മൂവുലകിനും അധിപതിയായ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യനായ നമ്മുടെ ത്രിയേക ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും നമ്മെ ഇതുവരെയും താങ്ങി നടത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവവിഷയമായി നാം ധനവാന്മാരായി തീരേണ്ടതിന്, ആത്മീയ വിഷയങ്ങളിൽ ആരോഗ്യമുള്ളവരാകേണ്ടതിന്, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ പ്രത്യാശിച്ചുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണേണ്ടതിന് ഒക്കെ ദൈവം കൃപ തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവേശുവിലൂടെ നമ്മുടെ ബഹുവിധമായ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി നമ്മൾ സ്തോത്രമുള്ളവരായി, നന്ദിയുള്ളവരായി നിലനിൽക്കുവാൻ ദൈവം പിന്നെയും നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥനയോടെ നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് പഠിച്ചു വരുന്നത് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണല്ലോ. സ്തോത്രം. ഹൗ വൺ കുഡ് നെഗ്ലക്ട് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ. ഇത്ര വലിയ രക്ഷയെ എങ്ങനെയാണ് അവഗണിക്കുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് രക്ഷയെ തിരസ്കരിക്കുന്ന പാപത്തെക്കുറിച്ചല്ല, രക്ഷയെ അവഗണിക്കുന്ന, രക്ഷയ്ക്ക് അർഹമായ മൂല്യം, തൂക്കം, പ്രാധാന്യം, പ്രാഥമികത കൊടുക്കാത്ത പാപത്തെക്കുറിച്ചാണെന്ന്. സ്തോത്രം. രക്ഷയുടെ വിഷയത്തിലോ രക്ഷകന്റെ വിഷയത്തിലോ സംശയങ്ങളൊന്നുമില്ല. രക്ഷകൻ യേശുവാണെന്ന്, യേശു മാത്രമാണെന്ന്, രക്ഷ ഉണ്ടെന്ന്, രക്ഷ വേണമെന്ന് ഒക്കെയുള്ള വിഷയങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. അവയെല്ലാം പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരും കൂടെയാണിവർ. ക്രിസ്തുവിനെ, യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചവരാണ്, സ്വീകരിച്ചവരാണ്. പക്ഷേ ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ടതും ഈ പ്രാപിച്ചതുമായ രക്ഷയേക്കാൾ അധികമായി മറ്റ് പലതിനെ മതിക്കുന്നവരാണ് എന്ന ഒരു പാപമാണ് ഇവിടുത്തെ പാപം. സ്തോത്രം. നമ്മൾ പ്രാപിച്ചതും ദൈവം നമുക്ക് സൗജന്യമായി നൽകിയതുമായ രക്ഷയെ ഒന്നാമതായി വയ്ക്കുവാൻ കഴിയാതെ പോകുന്നു. അതിനേക്കാൾ വലുതായി താത്വികമായിട്ടല്ലെങ്കിലും പ്രായോഗികമായിട്ട് മറ്റു പലതിനെയും സ്വീകരിക്കുന്നു. ഇറ്റ് മേ നോട്ട് ബി എ തിയറിറ്റിക്കൽ prioritizing of something else above salvation, but practically that is happening. Not doctrinally, it's not something doctrinal or theoretical, but quite practical. സിദ്ധാന്തപരമായോ ഉപദേശപരമായോ ഒരുപക്ഷെ തെറ്റ് കാണില്ല. രക്ഷ ഉപദേശപരമായും
സിദ്ധാന്തപരമായും ഒന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കാം. പക്ഷേ പ്രായോഗികമായി അത് അനുസരിക്കുവാൻ, പാലിക്കുവാൻ കഴിയാതെ പോകുന്നു. നമ്മൾ പറയുമ്പോൾ രക്ഷയാണ് ഒന്നാമത്, അത് കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും ഉള്ളൂ. പക്ഷേ പ്രായോഗികമായി നമ്മൾ മറ്റു പലതിനും പ്രാധാന്യം നൽകുന്നു. സ്തോത്രം. അങ്ങനെയാണ് ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുക, ഗണ്യമാക്കാതെ പോകുക എന്ന പാപം ചെയ്യുന്നത്. സ്തോത്രം. ഗണ്യമാക്കാതെ പോകുക എന്ന പാപം ചെയ്യുന്നത്. നമ്മളതിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിനോട് ചേർത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേരിട്ട് നമ്മുടെ വിഷയത്തോടനുബന്ധിച്ചതല്ലെങ്കിലും നമ്മൾ നമ്മുടെ വിഷയത്തിൽ പരാമർശിച്ചതും ദൈവസഭയിൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഉപദേശപരമായ ചില വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ പ്രായോഗികമായി രക്ഷയെ ഗണ്യമാക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, ഏറ്റവും ഒന്നാമതായി നാം കണ്ടത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് അർഹമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു. ആ ബന്ധം ദൈവത്തോടില്ലാതെ തന്നെ നമുക്ക് സഭയുടെ ഉപദേശപരമായ, പ്രായോഗികമായ മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് സാധിക്കും. പക്ഷേ അത് രക്ഷയെ അവഗണിക്കലാണ്, അപകടകരമായ അവഗണിക്കലാണ് എന്ന് നമ്മൾ കണ്ടു. ചർച്ചിൻ്റെ പല കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി പങ്കെടുക്കുന്നവർ ദൈവവുമായി ഒട്ടും ബന്ധമില്ലാത്തവരാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം മറക്കരുത്. സ്തോത്രം. ആവർത്തിക്കുന്നു, സഭാകാര്യങ്ങളിൽ വളരെ ഊർജ്ജസ്വലതയോടെ ഇടപെടുന്ന പലരും ദൈവത്തോട് ഒരു ബന്ധവും ഇല്ലാത്തവരാണ് എന്ന യാഥാർത്ഥ്യം, അപകടകരമായ സത്യം നാം അവഗണിക്കരുത്. സ്തോത്രം. ചിലർക്ക് അവരുടെ സംഘടന ഭയങ്കരമാണ്. അവർ സംഘടനാ ഭക്തന്മാരാ, ഡിനോമിനേഷണൽ സ്പിരിറ്റ്സ്. വേറെ ചിലർക്ക് സംഘടനയുമായിട്ട് വലിയ അടുപ്പമില്ലെങ്കിലും അവർ നിൽക്കുന്ന പ്രാദേശിക സഭ, അത് കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും, എന്തും അതിനു വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെ ചിലരെയൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് കാണാറുണ്ട് സഭകളിൽ, സംഘടനകളിൽ. അവർക്കൊക്കെ സംഘടനാപരമായ ഉത്തരവാദിത്വങ്ങളും പലരും കൊടുക്കാറുണ്ട്, നേതൃനിരയിലേക്ക് അവരെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അവരിൽ പലർക്കും ദൈവത്തോട് യാതൊരു ബന്ധവുമില്ല. വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അവർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കാറില്ല, മറ്റുള്ളവർക്കും. സ്തോത്രം. അതുപോലെ തന്നെ പാവമല്ലയോ ഈ വ്യക്തിപൂജകളും? തീർച്ചയായിട്ടും അത് വിഗ്രഹാരാധനയാ. ഒരിക്കലും പാടില്ല. ദൈവത്തിൻ്റെ ദാസന്മാർ സഭയിൽ അത് ഡിസ്കറേജ് ചെയ്യേണ്ടതാണ്, നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു പാപമാണ്. ചിലർക്ക് ചിലരോട് ഒരു പ്രത്യേക സ്നേഹമോ ബഹുമാനമോ ഒക്കെ തോന്നുക സ്വാഭാവികമാണ്. അതിനെ നമ്മൾ തെറ്റെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ നിമിത്തം രക്ഷാനുഭവത്തിലേക്ക് വന്ന ഒരു കുടുംബം സഭയിലുണ്ടെങ്കിൽ
അവർക്ക് മറ്റുള്ളവരെക്കാൾ എന്നോട് ഒരു താല്പര്യം കാണും. എനിക്ക് അവരോടും. അത് സ്വാഭാവികമാണ്. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഗുരുക്കന്മാർ പലരുണ്ടെങ്കിലും ഞാൻ അല്ലയോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. എന്ന് വെച്ചാൽ സുവിശേഷത്താൽ അപ്പൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ടീച്ചർമാര്, ഗുരുക്കന്മാർ ഒത്തിരി പേര് കാണും, കർത്താക്കന്മാർ പലര് കാണും. പക്ഷെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ച അപ്പൻ എന്ന പദവി എനിക്ക് മാത്രമേ ഉള്ളൂ. ആ നിലയിൽ എനിക്ക് ആ വ്യക്തിയുടെ മേലോ ആ കുടുംബത്തിൻ്റെ മേലോ അങ്ങനെയുള്ള ഒരു സഭയുടെ മേലോ ഒരു മറ്റുള്ളവർക്കില്ലാത്ത സ്വാതന്ത്ര്യം, തെറ്റായിട്ടുള്ളതല്ല, അവരെ പണിയാനുള്ള നിലയിൽ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരു പാനലിസത്തിലേക്ക്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാനലിസത്തിലേക്ക് പോയാൽ അവിടെയാണ് അത് പാപമാകുന്നത്. ഒരു വിഭജനത്തിന്, ഒരു ഡിവിഷന് അത് കാരണമായാൽ അത് ദൈവം വെറുക്കുന്ന പാപമാണ്. അതിനെയാണ് കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഖണ്ഡിച്ചത്. പൗലോസിനും ഉണ്ടായിരുന്ന ഒരു പക്ഷം അവിടെ. ഞാൻ പത്രോസിന്റെ അല്ലെങ്കിൽ കേഫാവിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ. ഏറ്റവും തീപ്പൊരി പ്രസംഗകനായ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. പൗലോസ് അതിനെ നഖശിഖാന്തം എതിർത്തു, ഖണ്ഡിച്ചു. പൗലോസ് ചോദിച്ചു, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോന്ന്. അങ്ങനെ ആർജവമുള്ള നേതാക്കന്മാർ, ശുശ്രൂഷകന്മാർ നമ്മുടെ ഇടയിൽ വേണം. എന്നെ ഒരാൾ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോട്ടെ, പക്ഷെ എനിക്ക് വേണ്ടി കൊടി പിടിക്കാൻ ഞാൻ അവരെ സമ്മതിക്കരുത്. ആ ഒരു വ്യക്തിപൂജ ഇന്ന് നമ്മുടെ ഇടയിൽ ഒത്തിരി ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അതങ്ങ് നിറഞ്ഞു നിൽക്കുക. തനി തെറിവിളിയിലേക്ക് വരെ നീങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഈ ഫാനുകൾ തമ്മിലാണ് പലപ്പോഴും അടിയുണ്ടാക്കുക. നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന പോലെ അണികൾ തമ്മിൽ അടിക്കും എന്ന് പറഞ്ഞ പോലെ. അതൊട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സഭയിൽ വളരെ ക്രിയാത്മകമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പലരും ദൈവത്തോട് ബന്ധമില്ലാത്തവരാ. ചിലരെ പിന്താങ്ങുന്ന ചിലർ ദൈവത്തോട് ബന്ധമില്ലാത്തവരാ. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇവര് ഈ സഭയുടെ വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ട് പോകുന്നത് കൊണ്ട് അവർ കരുതുന്നത് ഭയങ്കര ആത്മീയരാണെന്ന്. ഒരിക്കലും അല്ല. ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാൻ കുറഞ്ഞപക്ഷം അവരംഗങ്ങളായിരിക്കുന്ന സഭയിലെ ശുശ്രൂഷകന്മാരെങ്കിലും ഒരുക്കമായിരിക്കണം. ഞാനൊരു സഭയിൽ പാസ്റ്ററായിട്ട് നിയമിതനായ സമയം, ഒരു പ്രത്യേക സഭയിലേക്കാരിയാണ് പറയുന്നത്. സഭയുടെ ചാർജൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട്, ഇപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ, കിച്ചണൊന്നും ചാലുവായില്ല, അടുക്കളയൊക്കെ റെഡി ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചെന്ന് ആഹാരത്തിന് വേണ്ടി ഒരു വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ അവിടെ വന്നു. എനിക്കറിയില്ല ആളാരാണെന്ന്.
അദ്ദേഹം ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങള് ഹാളിലിരിക്കുന്നു. അവിടെയുള്ള കുട്ടികളുമായിട്ടൊക്കെ ഒത്തിരി ആ വ്യക്തി ഇടപഴകി. അപ്പോൾ വീട്ടിലെ ആരോ ആണെന്നാണ് കരുതിയത്. ഇപ്പം ഞങ്ങളെ കണ്ടിട്ട് ഒരു പ്രൈസ് ദി ലോർഡ് പോലും നമ്മുടെ പെന്തക്കോസ്ത ഭാഷയിലെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ കരുതി ഇവരുടെ വീട്ടിലുള്ള ആരോ ഒരാൾ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരികെ പോരാൻ നേരം, അന്ന് കാറും ഒന്നുമില്ല, 2 വീലറുകളാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെയും കൂടെ വിളിച്ചു. ആ സമയത്താണ് ആ വീട്ടുകാരൻ, നമ്മുടെ സഹോദരൻ, ചോദിക്കുന്നത്, ഇദ്ദേഹത്തെ അറിയത്തില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഇദ്ദേഹം നമ്മുടെ സഭയിലെ മെമ്പറാ. ഓ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ചർച്ചിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളാണിത്, നമ്മുടെ സഭാകാര്യങ്ങളിലൊക്കെ ഏറ്റവും ആക്റ്റീവാണ്. ഞാൻ അന്ന് കുറിക്കൊണ്ടു അദ്ദേഹത്തെ. എൻ്റെ അവലോകനമെന്നോ എൻ്റെ ചിന്താഗതിയെന്നോ ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള സഭയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. വളരെ പെട്ടെന്ന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായി, കണ്ടതനുസരിച്ച് വിധിക്കുന്ന ഒരു കാര്യമല്ല ഇത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുതാരും. പൗലോസ് പറയുന്നത് പോലെ, എനിക്കും ദൈവാത്മാവ് ഉണ്ടെന്ന് തോന്നുന്നെന്ന് പറയുന്നല്ലോ, അതുപോലെ ആ ഉള്ളിലുള്ള ആത്മാവ് ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. ഇപ്പം എന്നെ അദ്ദേഹം ഒന്ന് വണങ്ങാഞ്ഞത് കൊണ്ടോ പരിചയപ്പെടാഞ്ഞത് കൊണ്ടോ ഒന്നും പറയുന്നതല്ലത്. ഒടുവിൽ അദ്ദേഹവും കൂടെ ഉള്ള സഭയിൽ ഞാൻ ഈ വിഷയം പരസ്യമായി പറഞ്ഞിട്ടും വ്യക്തിപരമായി അദ്ദേഹത്തോട് വീട്ടിൽ പോയി സംസാരിച്ചിട്ടുമുണ്ട്. സഹോദര, സഭാവിഷയങ്ങളിലെ നിങ്ങളുടെ സക്രിയത ഒരിക്കലും നിങ്ങളുടെ ആത്മീയതയുടെ അളവുകോലല്ല. സ്തോത്രം. ഒന്നിലധികം സഭകളിൽ ഇങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദൈവത്തോടുള്ള ആത്മാർത്ഥതയല്ല, സഭയോടുള്ള ആത്മാർത്ഥതയല്ല. ചിലർക്കാണെങ്കിൽ ലോക്കൽ സഭയോടോ സംഘടനയോടോ ഉള്ള ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതാകാം. പക്ഷെ ഇതെല്ലാം തന്നെ അവർക്കൊരു പൊസിഷൻ കൊടുക്കാതിരുന്ന് നോക്കിക്കേ, തൊടത്തില്ല ഈ വിഷയത്തിലൊന്നും. അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ ഒരു പ്രത്യേക സുഖത്തിന് വേണ്ടിയോ, ചിലപ്പോൾ ഒരു ലാഭവും കാണത്തില്ല, പക്ഷെ അവർക്ക് തന്നെ ഒരു സുഖം തോന്നും. അവർക്കൊരു സുഖമായത്, ആ സുഖത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അല്ലാതെ കർത്താവിനോടുള്ള ആത്മാർത്ഥതയോ ബന്ധമോ ഒന്നുമല്ല. സ്തോത്രം. അപ്പം ദയവായിട്ട് സഭാകാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ഊർജ്ജസ്വലതയോടെ ഇടപെടുന്നെന്ന് കരുതി ദൈവത്തോട് ബന്ധമുണ്ടെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യമായി കണ്ടത്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട തലമായിരുന്നു ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് ഊന്നൽ നൽകാതിരിക്കുക. മറ്റു പലതും ഇതില്ലാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതിനെ വെറും ഒരു വ്യാപാരം, ഒരു കച്ചവടമെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. സ്തോത്രം, സ്തോത്രം. വെറും ഒരു കച്ചവടമെന്ന് മാത്രമേ അതിനെ വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരിക്കൽ കൂടെ നമ്മൾ സാധാരണ വായിച്ചിട്ടുള്ള വാക്യം ഒന്ന് വായിച്ചു വിട്ടേക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. മാത്യു 7:23.
അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു. സ്തോത്രം. നമുക്കറിയാമല്ലോ ആരോടാണ് ഈ പറയുന്നതെന്ന്. വളരെയധികം ദൈവത്തിനു വേണ്ടി ഓടി നടന്നു, പ്രവർത്തിച്ചു എന്നൊക്കെ അഭിമാനിക്കുന്ന ഒരു കൂട്ടരോടാ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഒരു നാളും അറിഞ്ഞിട്ടില്ല. കർത്താവിനോടൊരു ബന്ധവുമില്ലാതെ. സ്തോത്രം. ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതെ, ഇറ്റ്സ് എ സോർട്ട് ഓഫ് നാർസിസിസം. സ്വയം അവർക്ക് തന്നെ ഒരു സുഖം. ഇതിനു മുമ്പും നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ചിലെ, ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ തിരിച്ചറിയുന്ന ചിലർ കൂട്ടത്തിലുണ്ടാകാം, ക്ഷമിച്ചാലും. സ്ഥലവും പേരും ഒന്നും ഞാൻ പറയത്തില്ല, അല്ലാതെ തന്നെ ഒരു പക്ഷേ തിരിച്ചറിയാൻ ചിലർക്ക് സാധിക്കും. ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി സഭായോഗം പകുതിയായിട്ടേ സഭയ്ക്കകത്ത് വരത്തുള്ളൂ. പാട്ടും പ്രാർത്ഥനയും ചില സമയത്ത് സങ്കീർത്തന വായനയും കഴിഞ്ഞ ശേഷമേ ആളകത്ത് വരൂ. അതുവരെ അദ്ദേഹം വീട്ടിൽ നിന്ന് വരാത്തൊന്നുമല്ല, വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങുന്ന, സഭാ ഹാളിന്റെ പുറത്ത് വന്ന് നിൽക്കുക. ആരൊക്കെ വരുന്നു, എത്ര പേര് വരുന്നു, എല്ലാവരുടെയും ഹാജരെടുക്കും. പുതുതായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അവരുടെ വിവരണങ്ങളൊക്കെ എടുക്കും. ആദ്യമായിട്ട് ഈ സഭയിൽ ഒരാൾ വന്നപ്പോൾ പരിചയപ്പെട്ടത് എന്നെയാണ്, ഞാനാണ് ഇന്നയാള് സഭയിൽ വന്നിട്ടുണ്ടെന്ന് പാസ്റ്ററോട് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സുഖ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇത് അരുത്. സഭായോഗത്തിന് നിങ്ങൾ അകത്ത് വന്നിരിക്കുക, പാട്ടുപാട്, ദൈവത്തെ സ്തുതിക്ക്. ഇല്ല, ഇത് സഭയോടുള്ള സ്നേഹമല്ല, ദൈവത്തോടുള്ള സ്നേഹമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംഘടനയോടുള്ള സ്നേഹമല്ല. തന്നെ അങ്ങനെ ഒരു സ്ഥാനം, സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചില്ലെങ്കിൽ ആള് ഭയങ്കരമായിട്ടങ്ങ് പിണങ്ങും. കുറഞ്ഞപക്ഷം ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആക്കണം. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തിനാ പദവികൾ? ഇതൊന്നും ഞാൻ ഭാവനയിൽ കണ്ട് പറയുന്നതല്ല കേട്ടോ. നൂറ് ശതമാനം സത്യമായ കാര്യങ്ങളാണ്. അവർക്കൊരു സുഖം. ലാഭമുണ്ടോ? ഇല്ല, ലാഭം പ്രത്യേകിച്ചൊന്നുമില്ല, സമ്മതിച്ചു. അതിനവർ ചോദിക്കുന്നത്, എനിക്കിതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തോ ലാഭമാണ്? നിങ്ങൾക്കൊരു ലാഭമില്ല. നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നൊരു സുഖമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്ന ഒരു ബഹുമാനം, നിങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത, എന്നെക്കുറിച്ച് എല്ലാവരും ഭയങ്കര ആത്മീയനാണെന്ന് കരുതും എന്ന നിങ്ങളുടെ മിഥ്യാധാരണ, ഇത് തന്നെ നിങ്ങളുടെ ലാഭം, വേറൊന്നുമല്ല. അതിന് കാശിറക്കണമെങ്കിൽ ഇറക്കാൻ തയ്യാറാ, അതിന് ഉറക്കളക്കണമെങ്കിൽ ഉറക്കളക്കാൻ തയ്യാറാ, ആരെ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാൻ തയ്യാറാ.
പക്ഷെ അവർക്ക് ഈ ഒരു സുഖമുള്ളത്. ഇത് ആത്മീയതയല്ല, ഇത് രക്ഷയെ അവഗണിക്കലാണ്, അപകടകരമായ അവഗണിക്കല. നാം ഏറ്റവും അധികം ഊന്നൽ നൽകേണ്ടത് കർത്താവുമായുള്ള വ്യക്തിപര ബന്ധത്തിന്. ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും അംഗീകരിച്ചില്ലെങ്കിലും, സ്തോത്രം, ആരും നമ്മളെ പുറത്തു തട്ടി അഭിനന്ദിച്ചില്ലെങ്കിലും, എങ്ങും നമ്മുടെ പേരും ഫോട്ടോയും ഒന്നും വന്നില്ലെങ്കിലും, സ്തോത്രം, നമ്മൾ ആരാണെന്ന്, നാം എന്താണെന്ന് ദൈവം തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ലഭിക്കുന്ന പ്രശംസ മതിയെന്ന് വെച്ചോണം. സ്തോത്രം. നമ്മൾ ആരാണെന്ന്, ആരായിരുന്നെന്ന്, എന്ത് ചെയ്തെന്ന്, സ്തോത്രം, ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. യേശു കർത്താവ് സർദീസിലെ സഭയോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ. ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിനക്കവിടെ ഉണ്ട്. പലരുടെയും ഉടുപ്പ് മലിനമായി, എന്നാൽ ചിലർ നിനക്കുണ്ട് അവിടെ, ഉടുപ്പ് മലിനമാകാത്തവർ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. എന്നിട്ട് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. കണ്ടോ? പ്രൈസ് ഗാഡ്. നമ്മൾ പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. ജീവപുസ്തകത്തിൽ നിന്നും അവൻ്റെ പേർ മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഞാൻ ഏറ്റുപറയും. അന്ന് ലഭിക്കുന്ന മാന്യത എനിക്ക് മതി, അന്ന് കിട്ടുന്ന സുഖം മതി. അത് നമ്മൾ ഉറപ്പാക്കണം. അല്ലെങ്കിൽ പിന്നെ യേശു കർത്താവ് മത്തായി 6-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ഇരിക്കും. അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവർക്കുള്ള പ്രതിഫലം എത്രയേ ഉള്ളൂ? ഇവിടെ വെച്ച് കിട്ടിയതൊക്കെ, എവിടെ വെച്ച് അവർക്ക് തോന്നിയൊരു സുഖം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടെ ഇന്നയാളിൻ്റെ സ്പോൺസർഷിപ്പ്, ഇന്നയാളിൻ്റെ ആശംസ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വെട്ടിത്തിളങ്ങിപ്പോയ ഒരു പേരിൻ്റെ തിളക്കം, അത്രേ ഉള്ളൂ. കിട്ടിപ്പോയി, അത്രേ ഉള്ളൂ. സ്തോത്രം. പിന്നീട് നമ്മൾ കണ്ടത് അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ കൂട്ടായ്മകളെ അവഗണിക്കുക. മൂന്നാമത് നമ്മൾ കണ്ടു പരസ്പരമുള്ള കണക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വപരമായ അവസ്ഥകളെ അവഗണിക്കുക. പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മകളെ അവഗണിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അക്കൂട്ടത്തിലായിരുന്നു കൂട്ടായ്മയുടെ വിഷയത്തിൽ തിരുവത്താഴത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടോ? എങ്കിൽ അടുത്ത ചിലതും കൂടെ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഈ ഭാഗവും കൂടെ വിടാം. സ്തോത്രം. Neglecting spiritual disciplines. Neglecting spiritual disciplines as Bible reading, meditation, prayer, fasting, personal Pentecost, etc. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക,
ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക, വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. പേഴ്സണൽ പെന്റിക്കോസ്റ്റ് എന്നതാണ് ഉദ്ദേശിച്ചത്. തുടങ്ങിയുള്ള ആത്മീയ വ്യായാമങ്ങളെ, ആത്മീയ അച്ചടക്ക നടപടികളെ അവഗണിക്കുക എന്നത് ഈ രക്ഷയെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ഇത് ഓരോന്നോരോന്ന് പറയാതെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒരുമിച്ചങ്ങ് ഒറ്റ വാചകത്തിലാക്കി തീർത്തതാണ്. These are our spiritual personal disciplines, spiritual gymnasium, spiritual exercises. ഇതെല്ലാം നമ്മുടെ ആത്മീയ വ്യായാമ മുറകളാണ്. ഈ പറഞ്ഞതൊക്കെ ഫാസ്റ്റിംഗ്, prayer, reading of the Bible, learning of the Bible, meditation of the Word of God, personal devoting time in praising and glorifying God personally. സ്തോത്രം. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. അന്യഭാഷ പറയുന്നതാകാം, അല്ല നമ്മുടേതായ ഭാഷയിലോ നമുക്ക് അറിവുള്ള ഭാഷയിലോ ദൈവത്തെ സ്തുതിക്കുന്നതാകാം. ഇതെല്ലാം പേഴ്സണൽ പെന്റിക്കോസ്റ്റിൽ വരും. എന്നിങ്ങനെയെല്ലാമുള്ള ആത്മീയ ആയോധനത്തിലും ആരോഗ്യപരമായ വ്യായാമ മുറകളിലും പ്രാധാന്യം കാണിക്കുക. ഇവയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇവയൊക്കെ നിരസിക്കുന്നത്, തിരസ്കരിക്കുന്നത്, സാരമില്ല എന്ന് വയ്ക്കുന്നത് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്ന വകുപ്പിൽപ്പെടും. സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തോട് ബന്ധമൊന്നും ഇല്ലാതെയും ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളതല്ല പറയുന്നത്. കർത്താവിനോടുള്ള വ്യക്തിപരമായ ബന്ധം, അതിൽ നിന്നാണ് ഈ വിധ കാര്യങ്ങളൊക്കെ ഉരുത്തിരിയുന്നത്. എന്നാൽ ഇങ്ങനെയൊന്നും ഉള്ളതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള ആത്മീയ വിഷയങ്ങൾക്ക് അതീതമായി മറ്റ് നമ്മുടെ ശാരീരികവും വൈകാരികവും മാനസികവും ഒക്കെയായ താല്പര്യങ്ങൾക്ക്, അഭീഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്തോത്രം. So neglecting these spiritual factors give importance for other things. Other things in the sense physical cravings. A craving of our hearts or minds or carnalism. ജഡീകമായ താല്പര്യങ്ങളെ ഊട്ടി ഉണർത്തുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ ഉപവാസം. ഉപവാസത്തിൽ നമ്മൾ ഏറ്റവും സരളമായിട്ട് മനസ്സിലാക്കുന്നത് ആഹാരവർജനമാണ്. ആഹാരം കഴിക്കാതിരിക്കുക. ഇന്ന് ഉപവാസമാണെന്ന് അല്ലെങ്കിൽ നാളെ ഉപവാസമാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത വിശപ്പ് തോന്നുന്നവരുണ്ട്. ഉപവാസമാണ്
എന്ന് വെക്കുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പ. അതുവരെ ഇല്ലാത്ത കൊതി പല ഭക്ഷണത്തോടും തോന്നും. നീ നാളെ ഉപവസിക്കുന്ന അന്ന് കുടുംബമായിട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കും. അന്ന് അതുവരെ ഇല്ലാത്തതുപോലത്തെ വളരെ സുഖകരമായ ഒരു മണമായിരിക്കും ആഹാരത്തിന് തോന്നുന്നത്. അതിൻ്റെ രുചി വായിൽ ഇങ്ങനെ ഊറി വരും. അതിൻ്റെ കാഴ്ച നമ്മളെ ഒത്തിരി മോഹിപ്പിക്കും. അപ്പോൾ തീരുമാനിക്കുക, എന്നാൽ പിന്നെ നാളെ ഉപവസിക്കാം. കണ്ടോ, രണ്ട് കാര്യങ്ങൾ, ഉപവാസവും ഭക്ഷണത്തോടുള്ള താല്പര്യവും. ഇവ തമ്മിലാണ് ഇപ്പോഴത്തെ ഒരു മത്സരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഇത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതിലേതിനാണ് പ്രാധാന്യം നൽകുക, ഏതിനെയാണ് അവഗണിക്കുക? പ്രാധാന്യം നൽകുന്ന പോട്ടെ, ഇതിലേതിനെയാണ് അവഗണിക്കുക? പലപ്പോഴും ഉപവാസത്തോടുള്ള നമ്മുടെ സമീപനമായിരിക്കും അവഗണനാപരമായത്. ആ ഭക്ഷണത്തോട് നമുക്കൊരു അവഗണന തോന്നുന്നില്ല, അതിനോട് നമുക്കൊരു അംഗീകരണമാണ് തോന്നുക. അതുകൊണ്ട് ഉപവാസം നാളെയാകാം, അടുത്ത ആഴ്ചയാകാം, അടുത്ത ആഴ്ച 2 ദിവസം അടുപ്പിച്ചങ്ങ് ഉപവസിക്കാം എന്നും പറഞ്ഞ് ഇന്ന് ഇതിനെ അവഗണിച്ചിട്ട് ആഹാരത്തോടുള്ള അംഗീകാരം നമ്മൾ കൊടുക്കുക. ഉണ്ടാകാറുണ്ടോ? അതുപോലെ ദൈവവചനവും മൊബൈലും, 2 ഉദാഹരണം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത് വേറെ എന്തെങ്കിലുമായിട്ടും നിങ്ങൾക്ക് ഉപമിക്കാം. ഒന്ന് വചനം, മറ്റൊന്ന് മൊബൈൽ. മൊബൈലിലെ സോഷ്യൽ മീഡിയാസ് എന്ന് വെച്ചോളൂ, മൊബൈലിൽ നിന്ന് വേണ്ട, സോഷ്യൽ മീഡിയ എന്ന് വെച്ചോളൂ. ഇത് 2 നമ്മുടെ മുമ്പിൽ, രണ്ടും ഒരുപോലെ നമ്മളെ വിളിക്കുന്നു. പക്ഷേ ആ വിളിയിൽ ഈ 2 വേദപുസ്തകത്തിൻ്റെയും സാമൂഹിക മാധ്യമങ്ങളുടെയും വിളിയിൽ നമ്മൾ ഏതിനെയാണ് അവഗണിക്കുക? സ്തോത്രം. ചിലര് ബൈബിൾ വായിക്കാതിരിക്കത്തില്ല, വായിക്കും. ഒരു ചെറിയ ഭാഗം വായിച്ച് അത് വായിച്ചെന്ന് വരുത്തിയതിന് ശേഷം ഇനിയിപ്പം കുറ്റബോധം ഇല്ലാതിരുന്നങ്ങ് സോഷ്യൽ മീഡിയയിൽ ആസ്വദിക്കാമല്ലോ. ശരിയല്ലേ? ആ ഒരു കുറ്റബോധത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം, ഒരു കൊച്ചു ഭാഗം, ഒരു ചെറിയ അധ്യായം എന്തെങ്കിലും ഒന്ന് വായിച്ചു, അത് വായിച്ചെന്ന് വരുത്താനാണ്, മനസ്സ് കുറ്റപ്പെടുത്താതിരിക്കാനാ, ആ ഗിൽറ്റിനെസ് ഉണ്ടാകാതിരിക്കാനാ. എന്നിട്ട് നമ്മൾ സമൂഹ മാധ്യമത്തിൽ ധാരാളം സമയം ചെലവഴിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം, കർത്താവ് നമ്മളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുക, പ്രാർത്ഥിക്കാൻ ഒരു ഭാരം. പക്ഷേ ആ സമയത്താണ് ചിലപ്പോൾ ഒരാളിന് ഫോൺ വിളിക്കാൻ നമുക്ക് ഓർമ്മ വരിക, തോന്നുക, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ഫോൺ നമുക്ക് വരിക. ഇത് ഒരു വശം മാത്രമേ പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ വ്യത്യസ്തമാകാം, പക്ഷെ അതൊക്കെ കൂട്ടിച്ചേർത്തു അതിനോട്. ഇല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ഒരു സ്ഥലത്ത്, ആവശ്യമാകാം, അത്യാവശ്യമല്ലാത്ത ഒരു സ്ഥലത്ത് പോകാൻ ഒരാൾ നമ്മളെ വിളിക്കുന്നു, നമ്മൾ അവിടേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതുമല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി കിടക്ക നമ്മെ വിളിക്കുന്നു. നമ്മൾ ഈ സമയത്ത് എന്താണ് തിരഞ്ഞെടുക്കുക? ഏതിനെയാണ് അവഗണിക്കുക? ഒരു ഭാഗത്ത് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു താല്പര്യം, മറുഭാഗത്ത് ഈ പറയപ്പെട്ട എന്തെങ്കിലും അതിനോടുള്ള ഒരു ആകർഷണം.
അങ്ങനെ രണ്ട് കാര്യങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഒരെണ്ണത്തെ അവഗണിക്കുകയും ഒരെണ്ണത്തെ അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അവഗണിക്കുക ഏതിനെയാ? സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്ന്. അത് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്ന് ചെയ്തു തീർത്തിട്ട് ബാക്കി കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ചല്ല. അങ്ങനെ വന്നാലും ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. ഈ നിലയിൽ നമ്മൾ പലപ്പോഴും ആത്മീയ വിഷയങ്ങളെ, രക്ഷാ സംബന്ധിയായ കാര്യങ്ങളെ അവഗണിക്കുന്നവരല്ലേ? സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ അവഗണിക്കാതിരിക്കുക. അത് ഒരു ദിവസം സംഭവിക്കുന്നതല്ല. അടുത്ത ദിവസം നമ്മൾ അതിന് പരിഹാരം കണ്ടു, ശരി, പിന്നീട് അങ്ങനെ ഇങ്ങ് പോന്നു. എന്നാൽ ഇത് സംഭവിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ അടുത്ത ദിവസം അല്പവും കൂടെ ഈ വിഷയത്തിൽ നമ്മൾ ദൈവ വിഷയത്തെ അവഗണിക്കും. അടുത്ത ദിവസം വീണ്ടും. അങ്ങനെ അവഗണന വർദ്ധിച്ചാണ് ഒന്നാം വാക്യത്തിലെ ഭീകരാവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തേ ഒന്നാം വാക്യത്തിലെ ഭീകരാവസ്ഥ? neglecting such a great sight. ഒന്നാം വാക്യം, ഫസ്റ്റ് വേഴ്സ്. Drift away. ഡ്രിഫ്റ്റ്, ഒഴുകിപ്പോവുക. ആ ഒഴുകിപ്പോക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരൊറ്റ നേരം കൊണ്ടല്ല, അല്പാൽപമായി അങ്ങനെ പോവുകയാണ്. കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു പടക്, എ ബോട്ട് ക്ലോസർ ടു ദ ഷോർ. ഇങ്ങനെ ചെറിയ തിരകൾ, ഒരു സിമ്പിൾ വേവ്സ്, അത് വന്ന് ഇങ്ങനെ ഉലഞ്ഞുലഞ്ഞ് ഒറ്റയടിക്ക് ഉൾക്കടലിലേക്ക് പോകുന്നില്ല. പതിയാണിത് പോകുന്നത്. നമ്മൾ ചിന്തിക്കാറുള്ളത് പോലെ ഒരു പ്രത്യേക അകലത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആയിട്ട് തീരുന്നേ ഉള്ളൂ. അതുവരെ മടങ്ങി വരാമായിരുന്ന ദൂരമായിരുന്നു. This drifting away doesn't happen in one day or with a single occurrence or event. It happens gradually. It develops eventually. But very often we do not recognize what is happening. And therefore it drifts away to such a distance which is often called a point of no return. Then it becomes fatal. ഇങ്ങനെ ഓരോ ചെറിയ തിരകൾ കൊണ്ട് തീരം അടിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ തീരത്തണഞ്ഞു കിടക്കുന്ന പടക് പതിയെ നീങ്ങി അങ്ങ് ഉൾക്കടലിലേക്ക്, ആഴത്തിലേക്ക്, കുത്തൊഴുക്കിലേക്ക് നീങ്ങുകയാണ്. ഒറ്റയടിക്കത് പോകുന്നില്ല. വേണമെങ്കിൽ തിരിച്ചു പിടിച്ച് നങ്കൂരമിടാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ സമയത്ത് അതിനെ അവഗണിച്ചു. അതുകൊണ്ട് ഇനിയും തിരിച്ചു പിടിക്കാൻ ഒക്കാത്ത ദൂരത്തിലേക്ക്,
ഇനി തിരിച്ചു വരാൻ ഒക്കാത്ത ദൂരത്തിലേക്ക് ഇത് പോയി കഴിയുന്നു. അങ്ങനെ വരുമ്പോഴാണ് അത് ഏറ്റവും അപകടകരമായിട്ട് മാറുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ഏറ്റവും മരണകരമായി തീരുന്നത്. സ്തോത്രം. അത് സംഭവിക്കാതെ ഇരിക്കണം. അത് സംഭവിക്കാതെ ഇരിക്കണം. അപ്പം പതിയെ പതിയാണ് ഈ ഒഴുകിപ്പോക്കൽ സംഭവിക്കുന്നത്. പതിയെ പതിയെ. സ്തോത്രം. നമ്മളത് മനസ്സിലാക്കണം. നമ്മളത് തിരിച്ചറിയണം. പക്ഷെ അത് തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നു. ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ അവഗണനാപരമായി അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ദോഷകരം. സ്തോത്രം. പല തുള്ളി പെരുവെള്ളമെന്ന് പറയാറുള്ളത് പോലെ ഒരു തുള്ളി മാത്രം ഇങ്ങനെ വീഴുന്നെങ്കിൽ ഒരു തുള്ളി അല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ, കൂടുതലായിട്ട് വീഴുന്നില്ലല്ലോ, ഇല്ല. പക്ഷേ ആ ഒരു തുള്ളിയായിട്ട് പോകുന്നതാണ് ഒടുവിൽ നമ്മുടെ ടാങ്കിനെ കാലിയാക്കുന്നത്. അതിന് നമ്മൾ വേണ്ട പ്രാധാന്യം, അർഹത, പരിഗണന നൽകണം. സ്തോത്രം. അത് വിശുദ്ധ ജീവിതത്തിന്റെ വിഷയത്തിലുണ്ട്. ഒരു ചെറിയ സാരമില്ല, എല്ലാവരും ഒക്കെ ചെയ്യുന്നതല്ലേ. അവിടെയാണ് അങ്ങനത്തെ ഒരു അവഗണന വരുമ്പോഴാണ് അത് രക്ഷയെ അവഗണിക്കുകയും നിത്യശിക്ഷാവിധിയിലേക്ക് നമ്മെ തള്ളിവിടുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നത്. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. സ്തോത്രം. ഇപ്പം നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങളും നമ്മുടെ മനോവികാരങ്ങളുടെ ആഗ്രഹങ്ങളും നിവർത്തിക്കുവാൻ വേണ്ടി ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ ആഹ്വാനങ്ങളെയും അവഗണിക്കാതിരിക്കട്ടെ എന്നതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. മനസ്സിലായോ? എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ? എങ്കിൽ അടുത്തത്, ഇറ്റ്സ് അബൌട്ട് നെഗ്ലക്റ്റിംഗ് ദ ടൈംലി ഗൈഡൻസ്, ലീഡിങ്, prohibition and advices of the Holy Spirit. It's about neglecting the timely leading, guiding or guidance, prohibition and demand or advices of the Holy Spirit. സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന, ദൈവം നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങളെ, ഉപദേശങ്ങളെ, കൽപ്പനകളെ, നടത്തിപ്പിനെ, പ്രൊഹിബിഷൻ, വിലക്കുകളെയൊക്കെ അവഗണിക്കുന്നതാണിത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് സമയാസമയങ്ങളിൽ ചില ആഹ്വാനങ്ങൾ നൽകാറുണ്ട്, കൽപ്പനകൾ നൽകാറുണ്ട്, നിർദ്ദേശങ്ങൾ പകരാറുണ്ട്, ആലോചന പകരാറുണ്ട്. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വിലക്കേർപ്പെടുത്താറുണ്ട്. ഇവകളെയൊക്കെ അവഗണിക്കുന്നതാണ്
ഈ രക്ഷയെ അവഗണിക്കുക എന്ന് പറയുന്നത്. Neglecting the timely leading, guidance, prohibition, commandment, advice, so of the Holy Spirit. സമയാസമയങ്ങളിൽ ആത്മാവ് നമുക്കിതൊക്കെ നൽകാറുണ്ട്. നിസാര വിഷയങ്ങളിൽ പോലും. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഈ വിധ കാര്യങ്ങളെ അവഗണിക്കുമ്പോൾ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? The Holy Spirit is grieved. ഇങ്ങനെ നമ്മളോട് സ്നേഹപരമായി ഇടപെടുന്ന ആത്മാവിനെ അവഗണിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി നമ്മൾ തീരും. ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഓർക്കുക, വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ ദൈവം മുദ്രയിട്ടിരിക്കുന്നത് ഈ ആത്മാവിനാലാണ്. എഫേഷ്യൻസ് 4:30 നമുക്കറിയാം, അറിവുള്ള വാക്യമാണ്. എഫേസ്യർ 4:30 വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. എങ്ങനെയാ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ. ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ ഇനി പോന്ന വഴി അടിക്കുക. ഇതുവഴി കൊണ്ടുപോകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചത്. ആത്മാവിൻ്റെ ഇഷ്ടം ഇതായിരുന്നു. ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ അവഗണിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള വഴിയെ പോകാൻ ദൈവാത്മാവ് നമ്മളെ അങ്ങ് വിട്ടുകളയും. ഭയങ്കര അപകടമാണ്. സ്തോത്രം. The Holy Spirit ceasing to guide us, to prohibit us. ദൈവാത്മാവ് നമ്മളെ വിലക്കാൻ മടി കാണിക്കുന്നു. നമ്മെ നയിപ്പാൻ, നമുക്ക് ആലോചന തരാൻ വിസമ്മതിക്കുന്നു. വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ അപകടം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, എക്സ് ഓർ വൈ, പ്രായമുള്ള ആളോ പ്രായം കുറഞ്ഞയാളോ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളോ സഭയിൽപ്പെട്ടയാളോ പുറത്തുള്ള ആൾ ആരും ആകട്ടെ, ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ കരുതുന്ന ഒരു വ്യക്തി, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ കരുതൽ, എൻ്റെ ചിന്ത. ഞാൻ അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കുന്നു, ഒരു ആലോചന പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം ഒക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹം അല്പം പോലും കൈക്കൊണ്ടില്ല. അപ്പോഴും അദ്ദേഹം എന്നോട് നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു. പഴയതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അതൊരു പക്ഷേ ഒരു ആലോചനയാകാം, അത് ഒരുപക്ഷെ ഒരു വിലക്കാകാം, എന്തോ ആകാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം, വളരെ ജെനുവിനായിട്ടുള്ള, വളരെ നേരായിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്
അദ്ദേഹം അതിനെ വളരെ സരസമായിട്ടങ്ങ് അവഗണിച്ചു. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയില്ല, വഴക്കുണ്ടായില്ല, അദ്ദേഹം എന്നോട് ഒന്നും എതിർപ്പ് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പഴയ പോലത്തെ തന്നെ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ അവഗണിച്ചു എന്ന് പരസ്യമായി എനിക്ക് മനസ്സിലായി. അങ്ങനെയായാൽ പഴയതുപോലെ എൻ്റെ ഹൃദയത്തിന് അദ്ദേഹത്തോടെ ആത്മാർത്ഥത തോന്നുമോ? ഞാൻ എൻ്റെ എന്ന് പറഞ്ഞത് നിങ്ങളുടേതാക്കി കണക്കാക്കിക്കോ. സ്വന്തം മക്കളോട് പോലും നാം പറയുന്നത് അവഗണിച്ചാൽ നമുക്ക് ആ വ്യക്തിയോട് പഴയതുപോലെയുള്ള ആത്മാർത്ഥത കാണുമോ? സാധ്യത ഇല്ല. കുറവാണ്. ഇല്ല. ഇനി ഇത് ആവർത്തിക്കുന്നു എന്ന് വെച്ചോട്ടെ, ഇതേ കാര്യം ആവർത്തിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ ആ വ്യക്തിയുടെ യാതൊരു വിഷയത്തിലും ഇടപെടാതിരിക്കും, അല്ലേ? അപ്പോഴും നമ്മളൊരു പക്ഷേ കൂടെ നടക്കും, പക്ഷേ ഒന്നും മിണ്ടത്തില്ല, ഒരഭിപ്രായവും അങ്ങോട്ട് പറയത്തില്ല. നീ ഇങ്ങോട്ട് ചോദിച്ചാലും ചിരിച്ചു വിടുകയുള്ളൂ, മിണ്ടത്തില്ല. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലും ഇത് തന്നെയാണ്. സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പല കാര്യങ്ങൾക്കും വിലക്കേർപ്പെടുത്തും. അരുത് എന്ന് ആത്മാവ് നമ്മോട് പറയും. ഈ വഴിയേ എന്ന് ആത്മാവ് നമുക്ക് ആലോചന തരും. പക്ഷേ നമ്മളതിനെ സരസമായിട്ട് അവഗണിച്ചാൽ വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അത് നമ്മുടെ വീണ്ടെടുപ്പിനെ ബാധിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒടുക്കത്തെ നാളിൽ നമുക്ക് സംഭവിക്കേണ്ട ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ അത് സാരമായി ബാധിക്കും. അങ്ങനെ സംഭവിക്കുവാൻ പാടില്ല. അങ്ങനെ നമ്മിലുണ്ടെങ്കിൽ സ്തോത്രം, വളരെ നിസ്സാരമായ കാര്യങ്ങളായാൽ പോലും സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ അവഗണിക്കാതിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വളരെ നേരിയ ശബ്ദമായാൽ പോലും അതിനും ചെവി കൊടുക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് എങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. നമുക്കിവിടെ എബ്രായർ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം മുതൽ കാണുന്നത് ഇസ്രായേലുമായിട്ടുള്ള ഒരു താരതമ്യമാണല്ലോ. Here we have a comparison of Israelites with the Christians in this particular theme. ഈ പ്രത്യേക വിഷയത്തിൽ ഒരു താരതമ്യം നമുക്കവിടെ കാണാം. അതുകൊണ്ട് ഇസ്രായേലിയ ചരിത്രത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം നമ്മുടേത് തീർന്ന് 2 മിനിറ്റേ ഉള്ളെന്ന് എനിക്കറിയാം. ഇപ്പോൾ നിർത്താം. What did Israel do? ഇസ്രായേൽ ജനം എങ്ങനെയാണ് അവർക്ക് ദൈവം നൽകിയ കൽപ്പനകളെ, ന്യായപ്രമാണത്തെ, വചനത്തെ അനുസരിക്കാതിരുന്നതും ലംഘിച്ചതും? അതിൽ ഒരു കാര്യം എന്തായിരുന്നു? They were giving or prioritizing, giving importance for their temporal desires and their lusts than what was promised
in the future where they were being led. ഇസ്രായേൽ എങ്ങനെയാണ് അവർക്ക് ദൈവം കൊടുത്ത കൽപ്പനകളെ ലംഘിച്ചതും അനുസരണക്കേട് കാണിച്ചതും? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ദൈവം ഭാവിയിൽ കൊടുക്കാനിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയേക്കാൾ ഇപ്പോഴത്തെ ജഡത്തിൻ്റെ താൽക്കാലികമായ മോഹങ്ങൾക്ക്, അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് അവർ പ്രാധാന്യം നൽകി. Israelites gave importance for their temporal wants, lusts and desires than what was promised in the future. സ്തോത്രം. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഭാവി വാഗ്ദാനങ്ങളെക്കാൾ, അനുഗ്രഹങ്ങളെക്കാൾ മരുഭൂമിയിൽ അവർ യാത്ര ചെയ്ത സമയത്തുള്ള താൽക്കാലികമായ താല്പര്യങ്ങൾക്ക്, മോഹങ്ങൾക്ക്, അഭിലാഷങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. അങ്ങനെ അവർ എന്ത് ചെയ്തു? വാഗ്ദത്ത ഭൂമിയെ അവഗണിച്ചു. 3-ാമത്തെയും 4-ാമത്തെയും അധ്യായങ്ങളിൽ എബ്രായ ലേഖനത്തിൽ നമ്മളത് കുറച്ച് ദിവസം മുമ്പ് വായിച്ചതാണ്. സ്വസ്ഥതയുടെ വാഗ്ദത്തത്തിൽ പ്രവേശിപ്പാൻ അവർക്ക് കഴിയാതെ പോയി. കാരണം അവർ എന്തിന് പ്രാധാന്യം നൽകി? തിന്നാനും കുടിക്കാനും കളിക്കാനും. ടെമ്പറൽ ഡിസയേഴ്സ്, പ്ലഷേഴ്സ് ഓഫ് ദെയർ സെൻസസ്. അവരുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. സ്തോത്രം. ദൈവം അവരോട് കൂടെ ഉണ്ട്. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ദൈവ സാന്നിധ്യത്തെ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവരോട് കൂടെ ദൈവം യാത്ര ചെയ്യുകയാണ്. 12 ഗോത്രങ്ങളിൽ 3 ഗോത്രങ്ങൾ 4 വശത്തും, നടുവിൽ സമാഗമന കൂടാരവും ദൈവ സാന്നിധ്യവും. അവർക്കൊപ്പം ദൈവം യാത്ര ചെയ്യുകയാണ്. ദൈവം അവരോട് നിസ്സാര കാര്യങ്ങളിൽ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അവകാശ ഭൂമിയിലേക്ക് ദൈവം അവരെ നയിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഈ യാത്രയിൽ അവർക്ക് അത്യാവശ്യമായ വെള്ളം അത്ഭുതകരമായി തീക്കൽപ്പാറയിൽ നിന്നും പുറപ്പെടുവിച്ചു കൊടുക്കുന്നു. ശത്രുക്കളെ മുൻപിൽ നിന്ന് നീക്കുന്നു. സ്വർഗീയമായ ഭോജനത്താൽ അവരെ തൃപ്തി വരുത്തുന്നുമുണ്ട്. എന്നാൽ ഇതിലൊന്നിലും അവർ തൃപ്തരല്ല. എന്നിട്ട് അവരപ്പോഴും എന്താ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ഈ സാരമല്ലാത്ത മന്ന എന്ന് പറയുന്ന ആഹാരമല്ലാതെ വേറെ ഒന്നുമില്ല. മിസ്രൈമിൽ വെച്ച് ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾക്കരികെ ഇരുന്നത് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. അവരുടെ ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അത് അവർക്ക് പാപകാരണമായി. അതിനാൽ അവർ മരുഭൂമിയിൽ പട്ടുപോയി. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടിട്ടും ചെങ്കടൽ കടന്നിട്ടും വെള്ളത്തിലും സമുദ്രത്തിലും മേഘത്തിലും കൂടെ അവർ സ്നാനപ്പെട്ടിട്ടും മോശയോട് ചേർന്നിട്ടും അവരെ അനുഗമിച്ച ആത്മീയ പാറയായ ക്രിസ്തുവിൽ നിന്ന് കുടിച്ചിട്ടും
ദൈവം അവർക്ക് കൊടുത്ത മന്ന ഭക്ഷിച്ചിട്ടും സ്വർഗീയ ഭോജനം കഴിച്ചിട്ടും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ആദ്യ വാക്യങ്ങളിൽ, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. അവനെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇതെല്ലാം ചെയ്തു, മിസ്രയീം വിട്ടു, നമ്മൾ ലോകത്തെ വിട്ട് രക്ഷിക്കപ്പെട്ടതിനോടത് സദൃശം. സമുദ്രത്തിലും മേഘത്തിലും കൂടെ സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു. അത് നമ്മുടെ സ്നാനത്തിനൊരു മുൻകുറി. അവർ മന്ന കഴിക്കുകയും അവരെ അനുഗമിച്ച പാറയായ ക്രിസ്തുവിൽ നിന്ന് കുടിക്കുകയും ചെയ്തു. വച്ചു തിരുവത്താഴം പോലെ. ഇതൊക്കെയായിരുന്നെങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നാം അറിയാതിരിക്കരുത്. പ്രധാനപ്പെട്ട 5 പാപങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കതറിയാമല്ലോ, അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ദുർമോഹികളായി ദൈവത്തെ പരീക്ഷിച്ചു, തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിക്കാൻ എഴുന്നേറ്റു. പരസംഗികളായി അവർ മാറി, ദൈവത്തെ പരീക്ഷിച്ചു, പിറുപിറുത്തു എന്നൊക്കെയുള്ള പാപങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവർക്ക് ലഭിപ്പാൻ ദൈവം വാഗ്ദത്തം ചെയ്ത കനാനേക്കാൾ താൽക്കാലിക ഭോഗസംതൃപ്തിക്ക് അവർ പ്രാധാന്യം നൽകിയത് അവർ ആ വാഗ്ദത്ത കനാനെ അവഗണിക്കുന്നതിന് തുല്യമായി മരുഭൂമിയിൽ പട്ടുപോയി. പ്രിയരെ, ഇത് തന്നെയല്ലേ നമ്മുടെയും ജീവിതത്തിൽ? കർത്താവ് നമ്മെ വിളിച്ചത് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനല്ലല്ലോ. എന്നാൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടതെല്ലാം ദൈവം തരുന്നില്ലേ? എന്നിട്ടും തൃപ്തരാകാതെ ഇസ്രായേൽ മക്കളെ പോലെ താൽക്കാലിക ഭോഗസംതൃപ്തിക്ക് വേണ്ടി ഇനിയും താ എന്ന് പറഞ്ഞ് ആത്മീയ വിഷയങ്ങളെപ്പോലും ഭൗതികതയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖാന്തരമാക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത രക്ഷയെ അവഗണിക്കലാണ്, തെറ്റിയൊഴിയത്തില്ല. ഇന്ന് നല്ല ശതമാനം പ്രസംഗകരും പ്രവാചകന്മാരും ടെലിപ്രീച്ചേഴ്സുമൊക്കെ ജനത്തെ കൊണ്ടുപോകുന്നത് ഇസ്രായേലിൻ്റെ ഈ താൽക്കാലിക ഭോഗസംതൃപ്തി എന്ന പാപത്തിലേക്കാണ്, രക്ഷയെ അവഗണിക്കുന്ന പാപത്തിലേക്കാണ്. അത് സംഭവിക്കാതിരിപ്പാൻ നമുക്കിന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. ഇവിടുത്തേതൊന്നും തന്നില്ലെങ്കിലും യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യത മതി എന്നുള്ള ഉറച്ച കാഴ്ചപ്പാടോടെ നമുക്ക് മുന്നേറുവാനും വാഗ്ദത്തം ചെയ്ത ആ സ്വസ്ഥത നമുക്ക് പ്രാപിപ്പാനും ഇടയാകേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.